അല്ല, ഇക്കാര്യത്തിൽ ഞങ്ങള് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അക്കാര്യത്തിൽ കൃത്യമായി ഇതിനകത്ത് പ്രക്ഷോഭം നടത്തുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഈ വിഷയം നിരന്തരമായി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രക്ഷോഭം നടത്തി, മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചു. നിരന്തരമായി വിഷയം നേരിട്ട് കണ്ട് VC ഉൾപ്പെടെ മറ്റ് സർവകലാശാലകൾ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിട്ടൊന്നും നടപടി ഉണ്ടായില്ല. ഇന്നിപ്പോ ക്ലാസ് ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ചേർന്ന് കൊട്ടിഘോഷിച്ച് ഈ പറഞ്ഞ എന്ത് നടത്തുന്നത്. ഇന്ന് ഓൺലൈനായി 12 മണിക്ക് അദ്ദേഹം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാം. കുട്ടികൾ ക്ലാസ്സിലെത്തിയാലല്ലേ പ്രവേശനം പൂർത്തിയായോ? ഈ പറഞ്ഞ കേരളത്തിലെ സർവകലാശാലകളിൽ ഇത് സംബന്ധിച്ച അഡ്മിഷൻ പൂർത്തീകരിച്ചു. എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി നടത്തിയിട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. വിദ്യാഭ്യാസ മേഖലയുടെ ആ നിലവാരം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം, അതിന്റെ മൂല്യത്തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങ് തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങളിലൂടെ അങ്ങ് മറച്ചു വെക്കാൻ കഴിയുന്നതല്ലോ വീഴ്ചകൾ. സമാനമാണ് അവസ്ഥ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കാര്യം കൃത്യമായി സ്പെസിഫിക്കായി എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ഇടപെട്ടതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ട്. മറ്റ് യൂണിവേഴ്സിറ്റികളിലും സമാനമായ അവസ്ഥയാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പറഞ്ഞ പോലെ പൂർണ്ണമായ സിലബസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സ് പഠന രീതി നടപ്പിലാക്കിയെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. വിദ്യാർത്ഥികൾ ഇപ്പോഴും നല്ല ആശയങ്ങൾ ഒരുപാട് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പറഞ്ഞ 4 വർഷ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നല്ല ആശയങ്ങളുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. രാജ്യാന്തര തലത്തിലുള്ള പഠന രീതി എന്നൊരു ആശയം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ജോബ് പ്രൊഫൈൽ ഉയർത്താൻ വേണ്ടി സഹായിക്കുന്നുള്ള ഒരു രീതിയുണ്ട്. അധിക സ്കില്ല് നേടാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് മറ്റ് കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്കിൽ ഡെവലപ്ഡ് കോഴ്സുകളുടെ സാധ്യതകളുണ്ട്. ഗവേഷണ പാത ഒരുക്കാൻ സഹായകരമാകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും ആഴത്തിൽ വിഷയങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള മികച്ച ജോലി സാധ്യതയും അവരുടെ പഠനഭാരം കുറവ്, അങ്ങനെ വ്യത്യസ്തമായ തലങ്ങൾ, പോസിറ്റീവ് വശങ്ങളുണ്ട്. അതെല്ലാം ഉള്ള ഒരു കോഴ്സിനെ, ഒരു രീതിയെ ഇത്ര ലാഘവത്തോടെ നിസ്സാരമായി സർക്കാർ കൈകാര്യം ചെയ്യുന്നതിലുള്ള കടുത്ത അമർഷവും പ്രതിഷേധവും തന്നെയാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈ ഗവർണർ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അതിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോവുകയാണ്. ഗവർണറുടെ നിലപാടാണ് ശരി എന്നാണോ? അല്ല, ഗവർണറുടെ നിലപാടാണ് ശരിയെന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ എന്താണ്, സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ കൈ കൊടുക്കില്ല, തൊട്ടപ്പുറത്ത് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും. ആ രീതിയാണല്ലോ ഇവർ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പുറമെ ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുമ്പിലൊക്കെ ഇവരിങ്ങനെ തമ്മിലടി കൂടിയിട്ട് അവസാനം ഗവർണർക്ക് ആവശ്യമായ പൈസ അങ്ങോട്ട് കൊടുക്കും, തിരിച്ചിങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടമാണ്. അതായത് ഞാൻ പറഞ്ഞത്, ഗവർണർ അപ്പുറത്ത് കേസ് കൊടുക്കും, ഇപ്പുറത്ത് ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് പോവാണ്. ആ രീതിയിൽ ഇതെല്ലാം തമ്മിലൊരു കൂട്ടുകച്ചവട സർക്കാരാണോ ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചാൽ, സംശയിച്ചാൽ തെറ്റ് പറയാൻ വേണ്ടി കഴിയില്ല. അല്ല, ഞങ്ങൾ ഇതിനകത്ത് ഇത് കേവലം ഒരു ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം പ്രഹസനത്തിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിലൊരു ഗൗരവമുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ സർവകലാശാല ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, കണക്കിലെ ചില പൊരുത്തക്കേടുകൾ, അതിന്റെ മറ്റു വശങ്ങൾ കൂടെ പരിശോധിക്കും. നിയമസഭയിൽ മന്ത്രി പറഞ്ഞ ഫിഗറും സർവകലാശാല ഔദ്യോഗികമായി തന്ന ഫിഗറും ഒക്കെ തമ്മിലുള്ള ചില പൊരുത്തക്കേടുകൾ ഗൗരവമുള്ളത് തന്നെയാണ്. ഇതിനകത്ത് എന്താണ് സർവകലാശാലയ്ക്ക് മറച്ചു വെക്കാനുള്ളത്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ പറയപ്പെട്ടതല്ലാതെ ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ സൂചിപ്പിച്ച ഗോപിനാഥ് രവീന്ദ്രനെ അങ്ങനെ അങ്ങ് വിടാനെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഈ പറഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നുൾപ്പെടെ ഫീസ് ഇനത്തിൽ ഉൾപ്പെടെ പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ ഈ പറഞ്ഞ കാലയളവിൽ ശമ്പള ഇനത്തിലും മറ്റാനുകൂല്യങ്ങളുടെ ഇനത്തിലും എല്ലാം തട്ടിയെടുത്ത് പോയിട്ട് അയാളെ അങ്ങ് വെറുതെ വിട്ട്, മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനായതുകൊണ്ട്, അയാളുടെ നാട്ടുകാരനായതുകൊണ്ട്, അയാളുടെ പരിചയക്കാരനായതുകൊണ്ട് അങ്ങ് വിശ്രമ ജീവിതം നയിക്കാം, ഡൽഹിയിലെ തന്റെ പഴയ മേഖല മേച്ചിൽപ്പുറം തേടി അങ്ങ് പോകാന്നുള്ള ധാരണയൊന്നും അദ്ദേഹത്തിന് വേണ്ട. ഞങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെയുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ വീടിന് വേണ്ടി ഞാൻ അതിന്റെ കണക്കുകളൊക്കെ ശേഖരിച്ചു വരുന്നു. അതിലെ കൃത്യമായ തട്ടിപ്പുകൾ ഓരോന്നും അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. കേട്ടാൽ ഞെട്ടുന്ന അഴിമതിയുടെ കഥകൾ കണ്ണൂർ സർവകലാശാലയിൽ നിന്നുൾപ്പെടെ ഒരു ദിവസങ്ങളിൽ പുറത്തു വരാൻ ഇരിക്കുന്നു. എന്തിനാണ് ഇവരൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഗവർണറോട് നേരിട്ട് പറഞ്ഞത് എന്റെ സ്വന്തം ആളാണ് എന്നൊക്കെ പറഞ്ഞു ആ രീതിയിലേക്കൊക്കെ ഗോവിന്ദ രവീന്ദ്രനെ പുനർനിയമനം നടത്താനും ഈ പറഞ്ഞ പ്രിയ വർഗീസിനും മറ്റ് പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ഒക്കെ നിയമനം നൽകാനും അങ്ങനെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ചില അജണ്ടകൾ എന്താണെന്ന് സംബന്ധിച്ച്
തട്ടിപ്പുകൾ വെളിവാക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ജില്ലാ പ്രസിഡന്റ് ആധികാരിയായിട്ട് തന്നെ അതിനകത്ത് മറുപടി പറയും. ആ വിഷയം എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയെ ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ്. അതില് സംഘടനാപരമായിട്ടുണ്ടായ ഒരു വിഷയമാണ്. അത് ആ രീതിയിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അല്ല, അതിനകത്ത് ഞങ്ങളുടെ സംഘടനയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്ത് ഉചിതമായ തീരുമാനം സംഘടനാ തലത്തിലുണ്ട്. ഈ പഠന നിലവാരത്തിൽ രണ്ട് മന്ത്രിമാർ തമ്മിൽ അഭിപ്രായങ്ങൾ വന്നു. അത് ഏത് സാഹചര്യത്തിലാണ് അത് വലിയ അത്ഭുതമൊന്നുമില്ല. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിദ്യാർത്ഥികളെ ആകെ അടച്ചാക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന സജി ചെറിയാന്റെ ആ നിലപാട് തള്ളിക്കൊണ്ട് KSU ഇന്നലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെ ആ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. മന്ത്രി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരഭിപ്രായമുണ്ട് എങ്കിൽ ഈ പറഞ്ഞ SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും അടച്ചാക്ഷേപിക്കുന്ന, പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അപമാനിക്കുന്ന രീതി ശരിയല്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രിയുടെ ആ പ്രസ്താവന തെറ്റാണ്. അത് തിരുത്തി അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണെന്ന് KSU ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇത് കൂടുതൽ മന്ത്രിസഭാ യോഗത്തിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ശിവൻകുട്ടിയോട് പറഞ്ഞതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതായിരുന്നു നല്ലത്. കഴിഞ്ഞ വർഷമാണ് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട സമാനമായൊരു കമന്റ് പറഞ്ഞത്. ഇതൊക്കെ ചില അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തായാലും സജി ചെറിയാൻ പറഞ്ഞ അഭിപ്രായത്തോട് KSUവിന് യോജിപ്പില്ല. പിന്നെ ശിവൻകുട്ടിയും ആർ ബിന്ദുവും ഒക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ പൊതു നിലവാരത്തെക്കുറിച്ച് KSUവിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട്.